മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് RSPയുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. ഡിസംബർ 30 രാവിലെ 11 നടക്കുന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഴിമതി, സ്വജനപക്ഷപാതം, പിൻവാതിൽ നിയമനങ്ങൾ, ധൂർത്ത്, ക്രമസമാധാന തകർച്ച, സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ എല്ലാം സംസ്ഥാനത്തെ LDF ഭരണ സംവിധാനത്തിന്റെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അമിത നികുതി തുടങ്ങിയവ സാധാരണ ജനങ്ങളെ വലയ്ക്കുകയാണ്. സാമൂഹ്യ സുരക്ഷ, ക്ഷേമനിധി പെൻഷനുകൾ ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ₹1 പോലും വർദ്ധിപ്പിച്ചില്ല. ഇടുക്കി ജില്ലയുടെ ശത്രുതാ മനോഭാവമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. CHR മേഖലയിൽ പട്ടയം നൽകാൻ പാടില്ലെന്ന സുപ്രീംകോടതി വിധിയിൽ വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്തി കർഷകർക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തുന്നില്ല. കർഷകരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അതിക്രമങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന കർഷകദ്രോഹ കരിനിയമം കൊണ്ടുവരാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. തോട്ടം തൊഴിലാളികളുടെ സങ്കീർണ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സർക്കാർ തമിഴ് വംശജരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. LDF സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടിന്റെ ഉദാഹരണമാണ് കട്ടപ്പനയിലെ വ്യാപാരി സാബുവിന്റെ ആത്മഹത്യ. ചുരുക്കത്തിൽ സംസ്ഥാനത്തിനാകെ ദുരന്തവും ഭാരവുമായി തീർന്നിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. 1964 ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി തുടർന്നു വന്ന നമ്മുടെ പട്ടയം എന്ന കർഷകന്റെ അവകാശം അല്ല അവകാശ രേഖ, അവന്റെ ഉടമസ്ഥാവകാശം രേഖപ്പെടുത്തുന്ന പട്ടയം, അതിനുശേഷം 1993 പാസാക്കിയ വനം കുടിയേറ്റ ക്രമീകരണ നിയമങ്ങൾ, ഇതിന്റെയൊക്കെ ഭാഗമായി നൽകിയിട്ടുള്ള പട്ടയങ്ങൾ, ആ പട്ടയങ്ങളുടെ സാധുതയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതികളിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും അതിന്റെയൊക്കെ ഭാഗമായി കോടതി വിധിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഗൃഹനിർമ്മാണത്തിനും കൃഷിക്കും ഒഴികെ മറ്റൊരു ആവശ്യങ്ങൾക്കും ആ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിലവിലത്തെ സ്ഥിതി. സഹകരണ പ്രസ്ഥാനങ്ങളെ മുച്ചൂട് മുടിക്കുന്ന ഈ സർക്കാരിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള പുനഃപരിശോധനയും ആവശ്യമാണ്. സഹകരണ സ്ഥാപനങ്ങളെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിന് പകരം പൊതുജന സേവനത്തിനായി ആ സഹകരണ പ്രസ്ഥാനങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു ക്രിയാത്മക നിർദ്ദേശവും കൂടി RSP ഇതിന്റെ ഭാഗമായി ഉയർത്തുകയാണ്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് PP പ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ G ബേബി, PS ഹരിഹരൻ, ജില്ലാ കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ S വിളക്കുന്നേൽ, ഇടുക്കി മണ്ഡലം സെക്രട്ടറി PJ ലൂക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു.